ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്തുവാണ്? ബൺ ദോശ. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷാണിത്, ബൺ ദോശ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. പച്ചരി വേണം, കുറച്ച് ഉലുവ വേണം, പിന്നെ വെള്ള അവൽ വേണം, കുറച്ച് തേങ്ങാപ്പീര വേണം. അപ്പം ഞാൻ 3 ഗ്ലാസ് പച്ചരി, വലിയ ഉണ്ട പച്ചരിയോ നീണ്ടിരിക്കുന്ന പച്ചരിയോ, അത് 3 ഗ്ലാസ്സിന്. പച്ചരിക്ക് 1 ഗ്ലാസ്, അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് അവൽ, പിന്നെ ഒരു വലിയ സ്പൂണിന് 1 ടേബിൾ സ്പൂൺ ഉലുവായും, പിന്നെ നമ്മുടെ കൈക്ക് 1 കൈ നിറച്ചും തേങ്ങാപ്പീരയും. ഇത്രയും സാധനങ്ങളാണ് ഈ ബൺ ദോശയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ. അത് ഈ 2 തരത്തിലെ പച്ചരിയുണ്ട്, നീളത്തിലിരിക്കുന്നതും ഉരുണ്ടിരിക്കുന്നതും. അപ്പോൾ പച്ചരി ഏതായാലും കുഴപ്പമില്ല, അത് രണ്ടും നമ്മൾ ഓവർനൈറ്റ് കുതിർക്കാൻ വെക്കുക. പിന്നെ അവലും തേങ്ങാപ്പീരയും പിറ്റേ ദിവസം മതി. ഈ ഉലുവായും അരിയും കുതിർക്കാൻ വെച്ചിട്ട് അത് നമ്മൾ നല്ലതായിട്ട്, അധികം വെള്ളമൊന്നും, ഒരു ഇഡലിയുടെ പരുവത്തിൽ തന്നെ നമ്മളത് അരച്ചെടുക്കുക. അതിലേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും ചേർത്ത് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ആ കൂട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തന്നേക്കുന്നത്. ഈ അവലിന് പകരം വേണമെങ്കിൽ നമുക്ക് ചോറും ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ പകുതി ചോറും പകുതി അവലും നമുക്ക് ചേർക്കാം. ഓക്കെ, നമുക്കിനിയും വേറെ കുറച്ച് സാധനങ്ങളോട് ഇതിന് ആവശ്യമാണ്. ഒരു ഉള്ളി, ഒരു പകുതി സവോള മതി ഇതിന്. പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പിലയും 1-2 പച്ചമുളകും. ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ട് വളരെ നൈസായിട്ട് അരിയുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്, നമ്മൾ അരച്ചേക്കുന്നതിൻ്റെ പകുതി മാവേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ബാക്കി പകുതി എടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെക്കുകയാണ്. അപ്പോൾ ആ പകുതി മാവിൻ്റെ കൊണ്ടുണ്ടാക്കുന്ന ബൺ ദോശയാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. അതിനുള്ള കൂട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളൂ. നമ്മളെപ്പോഴും ആ മാവ് രണ്ടാമത് എടുക്കുന്ന അങ്ങനെ അപ്പോൾ ആ സമയത്ത് നമ്മൾ രണ്ടാമത് വഴറ്റി ചേർക്കാവുള്ളൂ. അല്ലാതെ ഒരുമിച്ച് അങ്ങ് വഴറ്റി ചേർത്തിട്ടെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണ്ട. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകും. നമ്മൾ ഫ്രൈ ചെയ്ത് ഉള്ളിയൊക്കെ ഫ്രഷായിട്ട് ചേർക്കുമ്പോഴാണ് അതിന് കറക്റ്റ് മണവും രുചിയൊക്കെ കിട്ടുന്നത്. അപ്പം ആവശ്യാനുസരണം വറുത്ത് ചേർത്ത് നമ്മളങ്ങ് ഫ്രിഡ്ജിൽ നേരത്തെ എടുത്ത് മാവ് പുറത്ത് വെക്കുക. അങ്ങനെ അങ്ങ് ചെയ്തേച്ചാൽ മതി. ഓക്കെ, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് തന്നെ ചെറിയ തോതിൽ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇഞ്ചിയും സവോളയും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതെന്ന് വെച്ചാൽ വറുത്ത് ബ്രൗൺ ഒന്നും ആക്കണ്ട, എന്നാലും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. എന്നിട്ട് ആ കൂട്ടത്തിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് ഇളക്കാം. ഏറ്റവും അവസാനം മാത്രമേ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാവുള്ളൂ. അത് വഴന്ന് വരണ്ട, അത് ആ ഗ്രീൻ കളറിൽ തന്നെ കിടക്കണം. ഇതെല്ലാം ചെറുതായിട്ട് തന്നെ അരിയണേ. അങ്ങനെ നമ്മൾ ഉള്ളിയും കൂട്ടുമെല്ലാം നന്നായിട്ട് ഒന്ന് വറുത്ത് കോരുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ മല്ലിയിലയും ചേർത്ത് കൊടുത്തു. ഇനി അങ്ങ് തീ ഓഫാക്കിയേക്കുക. ആ ചൂടിൽ മല്ലിയിലയും കൂടെ റെഡിയാകും. എന്നിട്ട് നമ്മൾ ഈ കൂട്ട് വേണം നമുക്ക് ആവശ്യത്തിന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതൊരു 10 മിനിറ്റ് അവിടെ വെച്ചേക്കുക. നന്നായിട്ട് ഉപ്പും ചേർത്ത് ഇളക്കി അവിടെ വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയിട്ട് അവിടെ വെച്ചേക്കുക. കുറച്ച് നേരം അതൊരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കുമ്പോഴാണ് അതിന് കറക്റ്റ് ഇപ്പം നമ്മൾ ഇഞ്ചിയുടെയും ഉള്ളിയുടെയും ഒക്കെ ഫ്ലേവർ ആ മാവിലേക്ക് ഇറങ്ങണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പം നമ്മൾ നന്നായിട്ട് മാവ് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. ലൈറ്റ് ഇച്ചിരി കമ്മിയായി പോയെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, ആ മാവിനകത്തേക്ക് നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വഴറ്റി വെച്ച കൂട്ടും കൂടെ ചേർത്ത മാവ് നല്ലതായിട്ട് ഇളക്കി ഞാനിപ്പോൾ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം മാവ് അരച്ച് എല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഇരിക്കേണ്ടത്. ലൂസായി പോകരുത്. ലൂസായി പോയി കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല, പഫ്നെസ് കിട്ടത്തില്ല. പിന്നെ ഉഴുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അതിന് പകരമായിട്ട് നമ്മൾ ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിന് വേണം മാവ്. ഇനി നമുക്കതൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചട്നിക്കുള്ള പരിപാടികൾ നോക്കാം. സാധാരണ പോലെ തന്നെ തേങ്ങാ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങാ ചട്നിയുടെ കൂട്ടത്തിൽ ഞാൻ ഇതിനകത്ത് അഡീഷണലായിട്ട് ചേർക്കുന്ന പൊട്ടുകടല ചേർക്കുന്നുണ്ട്. പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത് ഇല്ലാണ്ട് തന്നെ നോർമൽ ചട്നി മതി എന്നുള്ളവർക്കാണെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൂടെ ഞാൻ അഡീഷണൽ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടെ പൊട്ടുകടല കൂടുതൽ ചേർത്തോ, കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, വറ്റൽമുളക് വേണം, കറിവേപ്പില വേണം, കുറച്ച് ഏറെ
ചുമന്നുള്ളിയും കൂടെ അരിഞ്ഞത് വേണം. ഇത്രയും സാധനങ്ങൾ. അപ്പം നമുക്ക് ഈ പൊട്ടുകടലയും പുതിനയിലയും മല്ലിയിലയും ഇഞ്ചിയും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് തേങ്ങയുടെ കൂട്ടത്തിൽ നന്നായിട്ട് നല്ല ഫൈനായിട്ട് നല്ല പഞ്ഞി പോണൊക്കെ അരിച്ച് ഇങ്ങനെ നമുക്ക് മാറ്റാം. ഓക്കെ. ചിലർ ആ അരച്ചെടുത്ത് ആ ചട്നി പിന്നെ ഫ്രൈങ് പാനിലിട്ട് ചൂടാക്കാറില്ല. പിന്നെ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കും. എന്ന് വെച്ചാൽ തിളപ്പിക്കത്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആവി ഒന്ന് വരുമ്പോഴത്തേക്കിനും അങ്ങ് ഓഫാക്കിയേക്കും. അതിനായിട്ട് നമുക്കൊരു മുമ്പ് എടുത്ത ഫ്രൈങ് പാൻ തന്നെയാണ് ഞാൻ ഇതിനും യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ ഒന്ന് വഴറ്റിയില്ലേ, അത് തന്നെ മതി. കുറച്ച് എണ്ണയൊക്കെ അതിനകത്തുണ്ട്, അത് മതിയായിരിക്കും. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും ഉള്ളിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഓക്കെ. കുറച്ച് എണ്ണയും കൂടെ വേണം. എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ചട്നിക്ക് ഇവിടെ ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല, എനിക്കത് ഇഷ്ടമല്ല ചട്നിക്കകത്ത് ഒത്തിരി എണ്ണ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഓക്കെ. ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് എണ്ണ മതി. ഒത്തിരി എണ്ണയിലൊന്നും കടുക് താളിച്ച് ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കിന് ആ കൂട്ടിനകത്തേക്ക് നമുക്ക് എന്തെടുക്കണം, അരച്ച് വെച്ചിരിക്കുന്ന ഈ ചട്നിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് ആ കൂട്ടും കൂടെ ചേർത്ത് ജസ്റ്റ് നന്നായിട്ടൊരു ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും. നല്ല അമേസിങ് കളറാണ് കേട്ടോ ആ ചട്നിയെ. ആ പുതിനയിലയും മല്ലിയിലയൊക്കെ ചേർന്നപ്പോഴേ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചട്നിയുടെ കൂട്ടൊഴിക്കുക. തിളച്ച് വരരുത്, അത് ശ്രദ്ധിച്ചോണം. തിളച്ച് പോയി കഴിഞ്ഞാൽ ചട്നിയുടെ ടേസ്റ്റ് മാറിപ്പോകും. എന്നിട്ട് നമുക്ക് ഈ വറുത്ത് ഇപ്പോൾ കോരിയില്ലേ, ഈ ഗോൾഡൻ ബ്രൗൺ കളറിലിരിക്കുന്നത് നമുക്കിങ്ങോട്ട് മാറ്റി വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. എന്തിനാണ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതല്ല, ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങയുടെ കൂട്ടങ്ങ് ഒഴിച്ച് ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതായാലും ഞാൻ ഈ കൂട്ടങ്ങ് മാറ്റി ഒരു ബൗളിലേക്ക് വെക്കാം. നമുക്ക് ഈ കൂട്ട് നമുക്കൊരു ചെറിയ ബൗളിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാം. കടുക് വറുത്ത കൂട്ട് മാറ്റി വെച്ചു. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ അത് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കി വന്നേക്കുന്ന എണ്ണയില്ലേ, ആ എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് ഫൈനായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചട്നിയുടെ കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരിക, തിളക്കരുത്. ആ രീതിയിലാക്കി ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർന്ന് വെച്ചാൽ നല്ല തിക്കായിട്ട്, കടലയും കൂടെ ഇട്ടത് കൊണ്ടേ നല്ല തിക്കായിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇങ്ങനെ മാറ്റിക്കൊള്ളുക. അങ്ങനെ നമ്മുടെ ചട്നി റെഡിയായി. ഞാൻ ആ കടുക് വറുത്ത് മാറ്റി വെച്ചില്ലേ, ആ കൂട്ടും കൂടെ ഞാൻ എൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് അതൊന്ന് കൂട്ടി യോജിപ്പിച്ചും കൂടെ വെക്കണം. ഇപ്പം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്കത് അടച്ച് വയ്ക്കാം. ആ മണമൊക്കെ അതിലേക്ക് ഇറങ്ങട്ടെ. ഏത് ചട്നിയും നമുക്ക് കൂട്ടാം കേട്ടോ. ഇതാണ് നോർമലി ഞാൻ കണ്ടേക്കുന്ന റെസിപ്പിയിലെല്ലാം ഈ ഒരു ചട്നിയാണ് അവർ വെച്ച് കണ്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും അത് തന്നെ ഫോളോ ചെയ്തത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ചട്നിയും. ഇതും കൂടെ എനിക്ക് തോന്നുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഒരു ലൈറ്റായിട്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചട്നിയും ഈ ബൺ ദോശയും. ഇനി നമുക്ക് എന്തുണ്ടാക്കണം, നമ്മുടെ ബൺ ദോശയ്ക്കുള്ള പാൻ എടുത്ത് വെക്കണം. നമ്മുടെ ഈ പാലപ്പച്ചട്ടിയില്ലേ, കുഴിവുള്ള നടുക്ക് കുഴിവുള്ള പാലപ്പച്ച ആ ചട്ടി, അത് ഏതെങ്കിലും ഫ്രൈങ് പാൻ നടുക്ക് നല്ലതായിട്ട് കുഴിഞ്ഞിരിക്കണം. അതായിരിക്കണം ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ല ഫ്രൈങ് പാനോ ഒന്നുമല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിനകത്തേക്ക് നമ്മൾ ഒരു തവി മാവ് ഒഴിക്കുക, ഒരു ശക്കലം കൂടെ ഒഴിച്ചേക്കുക, അത്ര മതി.
ഒത്തിരി മാവ് ഒഴിക്കല്ലേ, ഒത്തിരി മാവ് ഒഴിച്ചാൽ അത് വെന്ത് വരത്തില്ല. പിന്നെ നമ്മൾ പാലപ്പത്തിന് ഒഴിക്കുന്ന അതേ അളവിൽ മാവ് ഒഴിച്ചാൽ മതി. ആ ഒരു തവിയെങ്കിൽ ഒരു തവി, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ തവിയുടെ കണക്കിന് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ പാലപ്പത്തിന് വട്ടം ചുറ്റിച്ചെടുക്കും, ഇതിന് വട്ടം ഒന്നും ചുറ്റിക്കണ്ട, അങ്ങനെ തന്നെ ഒഴിക്കുക. എന്നിട്ട് തീ നല്ല കറക്റ്റായിട്ട് നിന്നോണം. ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ മാവ് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരത്തില്ല, ഫ്ലഫി ആയിട്ട് വരത്തില്ല. എന്നിട്ട് നമുക്കത് തിരിച്ചിട്ടിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണയൊന്നും തൂക്കണ്ട. ഇപ്പം നമ്മുടെ മറ്റേ കല്ലിൻ്റെ ഇരുമ്പിൻ്റെയൊക്കെ അങ്ങനത്തെ പിന്നെ പാലപ്പച്ചട്ടിയാണെങ്കിൽ ഇച്ചിരി എണ്ണയും കൂടെ തടവി കൊടുത്തോ. ഓക്കെ, കണ്ടോ പൊങ്ങി വന്ന് കണ്ടോ? ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഇത്രയും നല്ല സോഫ്റ്റായിരിക്കും ഈ സാധനം എന്നുള്ളത്. നല്ല സോഫ്റ്റായിട്ട് വന്നു. എന്താ പറയുക, നല്ല സ്പോഞ്ചി ഫീൽ ചെയ്യില്ല, നല്ലതായിട്ട് വന്നിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി അല്ലേ ഇത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ പിള്ളേർക്കും ഒക്കെ ഇഷ്ടമാണ്, നമുക്കും ഒരു രസമൊക്കെ അല്ലേ ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോണക്ക് നമുക്ക് പെട്ടെന്നങ്ങ് ദോശ ചുട്ടെടുക്കാൻ പറ്റത്തില്ല, ഇച്ചിരി സമയമെടുക്കും കേട്ടോ. ഇത് നന്നായിട്ട് വെന്തൊക്കെ വരണ്ടേ, എന്നാൽ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതീ അങ്ങനെ ഒരു മീഡിയം എബോവ് മീഡിയത്തിലൊക്കെ ഇട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ശകലം സമയമെടുക്കും, എന്നാലും കുഴപ്പമില്ല, ഒരു വെറൈറ്റി ഡിഷല്ലേ, ഇച്ചിരി സമയമൊക്കെ എടുത്താലും കുഴപ്പമില്ല. നൈറ്റ് ഡിന്നർ, ഞാൻ ഡിന്നറിനാണ് ഇത് ഉണ്ടാക്കിയത്. ഡിന്നറിനും നല്ല സുഖമായിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. വയറിനകത്ത് വലിയ ഹെവിനെസ് ഒന്നുമില്ല, നല്ലൊരു വെറൈറ്റി ഡിഷ്. അപ്പോഴാദ്യം ഉണ്ടാക്കിയതിൻ്റെ ചൂട് ഒക്കെ ഒന്ന് മാറി, അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാമെന്ന് വെച്ച്. കണ്ടല്ലോ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടല്ലോ, നല്ല അകത്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് നല്ല നിൽക്കുമ്പോൾ ഇങ്ങനെ അകത്തോട്ട് കയറിപ്പോൾ കണ്ടല്ലോ, പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മാവ് അരച്ച് വെക്കുമ്പോൾ ശ്രദ്ധിച്ചോളുക, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരിക, അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി. പിന്നെ 8 മണിക്കൂറും കൊണ്ട് പതഞ്ഞ് പൊങ്ങി വന്നില്ലെങ്കിൽ ഒരു 12 മണിക്കൂറും കൂടെ വെച്ചോ, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ AC ഒക്കെ ഉള്ള ബിൽഡിംഗ് ആണെങ്കിൽ, വീടിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കുക നന്നായിട്ട് പൊങ്ങി വരാനായിട്ട്. അതുകൊണ്ടാണ് ഒരു 8 മണിക്കൂറിനുള്ളിൽ പൊങ്ങിയില്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വെച്ചോണം. നന്നായിട്ട് പതഞ്ഞ് അതിൻ്റെ മേളിൽ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം മാവിൻ്റെ. അങ്ങനെ ഞാൻ ഓരോന്ന് വീതം ഇട്ട് എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ട്രെൻഡിങ് ഡിഷായ ബൺ ദോശ ഇങ്ങനെ ഞാൻ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക, എൻജോയ് ചെയ്യുക, പിള്ളേരുമൊക്കെ കൊടുക്കുക. അടിപൊളി ഐറ്റം, ഒരു ഡിഫറെൻ്റ് ഐറ്റം, വെറൈറ്റി ഐറ്റം, ഇതുപോലെ ചട്നിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയതിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. നല്ല അടിപൊളിയായിട്ട് സംഭവം വന്നിട്ടുണ്ട്. ഞാൻ പറയണ്ടല്ലോ, കാണുമ്പോഴേ അറിയാമല്ലോ അതിൻ്റെ സോഫ്റ്റ്നെസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടിരിക്കുക. ഒന്നും കൂടെ ഞാൻ പറയാണ്, മാവ് അരച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ 8 മണിക്കൂർ കൊണ്ട് പൊങ്ങിയില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ചേക്കുക. എന്ന് വെച്ചാൽ AC ഉള്ള ബിൽഡിങ്ങോ വീടോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നേരം എടുക്കും നമുക്ക് പൊങ്ങി വരാനായിട്ട്. പിന്നെ നമ്മുടെ നാട്ടിലെയൊക്കെ ഒരു ചൂടും തണുപ്പും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ. എന്തായാലും മാവ് നല്ല പതഞ്ഞ് പൊങ്ങി വന്നിരിക്കണം, അത്രേ ഉള്ളൂ. അതായാലും എന്നാൽ മാത്രമേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു ഡിഷിൽ കൂടെ നമുക്ക് വീണ്ടും കാണും. വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോഴേ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ ഓംലെറ്റും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ കാണിച്ചു തരാണ്. അപ്പം റോബിക്ക് നിർബന്ധം, പുള്ളി ഉണ്ടാക്കി വെച്ചിരുന്ന ഓംലെറ്റും കൂടെ ഞാൻ കാണിക്കണമെന്നുള്ളത്. ഓക്കെ, പുള്ളിക്കാരൻ്റെ സന്തോഷത്തിന് അതും കൂടെ കാണിച്ചിരിക്കുന്നു. അപ്പം വീണ്ടും ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി പുതിയ ഡിഷിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.